മലബാർ ജേണലിൻ്റെ ഫേസ് ടു ഫേസ് പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മധു എസ് നായരാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ മധു നായർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക കരിയർ തുടങ്ങുന്നത് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നാണ്. ഒരു എൻജിനീയറിംഗ് ട്രെയിനിയായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തുടങ്ങിയിട്ട് അദ്ദേഹം ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡായ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരുപക്ഷെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പദവി അലങ്കരിക്കുന്നതും അദ്ദേഹമാണ്. മലബാർ ജേണലിനോട് സംസാരിക്കാനായിട്ട് തയ്യാറായതിൽ ഞങ്ങളുടെ അതീവമായ നന്ദി അറിയിക്കുന്നു. സ്വാഗതം. സർ, നമ്മൾ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷിപ്പ്യാർഡിനെ കുറിച്ച് മാത്രമല്ല, ഷിപ്പ്യാർഡിനെ കുറിച്ചും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചും നമ്മുടെ പൊതുവായിട്ടുള്ള ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വികസനത്തെക്കുറിച്ചും എല്ലാം ആയിട്ടുള്ളൊരു സംസാരമാണ്. അതിനോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് താങ്കൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് അപ്സും ഡൗൺസും എല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മധു നായർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഷിപ്പ്യാർഡ് അതിൻ്റെ ഒരു നല്ല ഇതിലായിരുന്നില്ല. എസ്പെഷ്യലി ഇൻ ദ 90s ഇറ്റ് വാസ് ഇൻ എ വളരെ ഒരു മോശം സിറ്റുവേഷനിലായിരുന്നു. അവിടെ നിന്ന് ഒരു 2000 കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പം വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ഡെവലപ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺ എ ഹൈ, ഒരു ഗ്രോത്തിൻ്റെ ഒരു ട്രജക്ടറിയിലാണ്. എങ്ങനെയാണ് സാർ ഇതിനൊന്ന് വിശദീകരിക്കുക? ഷിപ്പ്യാർഡ് ഇപ്പോൾ 50 വർഷം കഴിഞ്ഞ വർഷമാണ് 50 years ഓഫ് CSL എത്തിയത്. 1972 എന്നാണ് ഉള്ള ഈ ജേണി. അതെ. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസ് ഞാൻ പലപ്പോഴും ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ വർഷം ഹെഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈമിലെല്ലാം പലപ്പോഴും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐ ട്രൈ ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. അത് 50 വർഷമായി നിൽക്കുമ്പോൾ തന്നെ സ്ലൈറ്റ്ലി മുന്നേ ഉള്ള ഒരു ടൈമിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ 20 വർഷത്തെ 3 കാലഘട്ടങ്ങളായിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരുന്നു. സോ ഐ വാസ് ആക്ച്വലി ടോക്കിംഗ് അറൌണ്ട് 42 years ഓഫ് ദ ഷിപ്പ്യാർഡിൻ്റെ ടൈമിൽ. അപ്പോൾ ഫസ്റ്റ് 20 years, പിന്നത്തെ 20 വർഷം, അന്ന് പറയുന്ന നെക്സ്റ്റ് 20 years. അപ്പോൾ ആ നെക്സ്റ്റ് 20 yearsൽ ഒരു 10-11 വർഷം കഴിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഫസ്റ്റ് 20 years എന്ന് പറയുന്നത് വളരെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസോടുകൂടി വന്ന ഷിപ്പ്യാർഡ്. അത് കേരളത്തിലെ ജനതയും കൊച്ചി പ്രത്യേകിച്ചും, കാരണം കേന്ദ്ര ഗവൺമെൻറ് അന്ന് 1 large ഷിപ്പ്യാർഡ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ആൻഡ് 1 on the വെസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡ് ന്യൂ ഗ്രീൻ ഫീൽഡ് ഷിപ്പ്യാർഡായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ആ ഷിപ്പ്യാർഡ് ഇനീഷ്യലി തന്നെ നമ്മൾ ബാലാരിഷ്ട എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് വെൻറ്റ് ഇൻ ടു ഡീപ്പ് പ്രോബ്ലംസ്. ഇനീഷ്യലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ലാർജ് പാർട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഐ ബീൻ പാർട്ട് ഓഫ് ദ ഷിപ്പ്യാർഡ് നൗ ലാസ്റ്റ് 35 years. അപ്പോൾ ഇനീഷ്യൽ 15 years ഐ നോട്ട് ബീൻ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ അതിൻ്റെ ആ സ്റ്റോറി ലൈൻ എസെൻഷ്യലി നമ്മളത് ഏതാണ്ട് ഒരു കൃത്യമായ കണക്കല്ല ഞാൻ പറയുന്നത്, ഏതാണ്ട് ഒരു 70 കോടി രൂപയ്ക്ക് പണിയണം എന്ന് വിചാരിച്ച ഷിപ്പ്യാർഡ് പണിത് വന്നപ്പോൾ ഏതാണ്ട് 130 കോടി രൂപയായി. അന്ന് കൊച്ചിൻ കപ്പൽശാല അല്ല, അത് ഇറ്റ് ഈസ് എ പ്രോജക്റ്റ് ഓഫ് ദ ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ പ്രോജക്റ്റാണ്. ഇന്ത്യയിൽ അക്കാലത്ത് നടന്നിരുന്ന പ്രോജക്ട്സ് കോസ്റ്റ് ആൻഡ് ടൈം ഓവർ റൺ എന്ന് പറയുന്ന പതിവായിരുന്നു. പല റീസൺസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഏതാണ്ട് ഒരു 60-70 കോടി രൂപ എക്സ്ട്രാ വന്ന് ആണ് ഈ ഷിപ്പ്യാർഡ് പണിത്. ദ ഗുഡ് പാർട്ട് ഈസ് ദ ഷിപ്പ്യാർഡ് വാസ് ഡൺ ആൻഡ് ദ ഷിപ്പ്യാർഡ് വാസ് ഡൺ വെരി വെൽ. കാരണം അത് ടീം അപ്പ് ചെയ്തത് ജപ്പാനിലെ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ് അത് ഡിസൈൻ ചെയ്തതും ടീം അപ്പ് ചെയ്തതും. അപ്പോൾ നല്ലൊരു ഷിപ്പ്യാർഡ് പണിതു, വില കൂടി. ഓക്കെ. ആ എക്സ്ട്രാ കോസ്റ്റ് വാസ് കൺസിഡേർഡ് ആസ് എ ലോൺ ടു ദറ്റ് ന്യൂ ബോൺ ഷിപ്പ്യാർഡ്. അപ്പം ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബിയുടെ കഴുത്തിലൊരു ന്യൂസ് വെച്ചു കൊടുത്തു എന്നാണ് തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങി അടുത്ത ലാർജ് മിസ്റ്റേക്ക് ഡ്യൂ ടു സെറ്റ് ഓഫ് റീസൺസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വാസ് ഷിപ്പ്യാർഡ് ടീം അപ്പ് ചെയ്തത് മിത്സുബിഷി ജപ്പാനായിട്ടാണ് നമ്മൾ ഷിപ്പ്യാർഡ് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഷിപ്പ് കൺസ്ട്രക്ഷൻ റീസൺസ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ടീം അപ്പ് ചെയ്തത് UK സ്കോട്ട് ലിത്ഗോ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടാണ്. യൂറോപ്പ് ഷിപ്പ് ബിൽഡിങ്ങിൽ താഴേക്ക് പോകുന്നു. ജപ്പാൻ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ടൈമാണ്. ആ ജാപ്പനീസ് ആയിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അന്ന് ടീം അപ്പ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങളെല്ലാം
എൻറ്റയർലി ഡിഫറെൻ്റ് ആയേനെ. ചരിത്രം വേറൊന്നായി. ചരിത്രം വേറൊന്നായേനെ ആദ്യത്തെ 20 വർഷത്തിൽ. പക്ഷെ സ്കോട്ട് ലിത്ഗോ എന്നുള്ള കമ്പനി ഇന്നില്ല. നോബഡി ഈവൻ റിമെമ്പേഴ്സ് ദിസ്. ബ്രിട്ടൻ ഷിപ്പ് ബിൽഡിംഗ് എന്ന് മാഞ്ഞുപോയി. നോർമൽ ലെവലിൽ നെവൽ ഷിപ്പ് ബിൽഡിങ്ങിൽ മാത്രമാണ് നിൽക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ വന്ന മിസ്റ്റേക്സും ഇനീഷ്യൽ സെറ്റ് ഓഫ് ഡിഫിക്കൽട്ടീസും ഈ ഒരു ഷിപ്പ് യാർഡ് എന്ന് പറയുമ്പോൾ തുടങ്ങിയാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഷിപ്പൊന്നും പണിയാൻ പറ്റില്ല. സ്കിൽ സെറ്റ്സ് ഇല്ല, നാട്ടിൽ അതിനുള്ള എക്സ്പേർട്ടീസ് ഇല്ല. ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം പല ഇൻഡസ്ട്രീസിൽ നിന്ന് കുറച്ച് പേരെങ്കിലും റിട്ടയർമെൻറ്റ് മോഡിൽ വന്ന ആൾക്കാരായിരിക്കാം. അതെ അതെ. ആ എനർജി വാസ് നോട്ട് ദെയർ വിത്ത് മെനി പീപ്പിൾ. പക്ഷേ ഷിപ്പ് യാർഡിൽ ദ ഗുഡ് പാർട്ട് അഗൈൻ അന്ന് നടന്നത് ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസ്, സെറ്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ജോയിൻ ദ ഷിപ്പ് യാർഡ്. 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സിൽ ഈ കപ്പൽശാലയിൽ ജോയിൻ ചെയ്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ദിസ് വാസ് എവറിത്തിങ് ദ ഷിപ്പ് യാർഡ്. പക്ഷേ അവിടെയും പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. ദേ ഹാഡ് എ ലോട്ട് ഓഫ് എനർജി. പക്ഷെ ആ എനർജിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു കാലഘട്ടം, അതിനെ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വളരെ ഡീപ്പ് ഈ ലോണല്ല നിൽക്കുന്നത്. അന്ന് 15-16% മീതെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉള്ള ടൈമിലാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ കയറി അങ്ങ് അക്യുമുലേറ്റ് ചെയ്ത് ഡോക്ടർ ഇ ശ്രീധരൻ സാർ, എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ ഇ ശ്രീധരൻ സാറ് ഒരു വർഷം കൊച്ചിൻ കപ്പൽശാലയിലെ സെക്കൻഡ് CMD ആയിട്ട്, ഫസ്റ്റ് CMD എന്ന് പറയുന്നത് വൈസ് അഡ്മിറൽ കൃഷ്ണൻ, പാകിസ്ഥാൻ വാർ ഹീറോ, നമ്മുടെ ഇന്ത്യ 71 വാറിൽ പാകിസ്ഥാനിൽ വിൻ ചെയ്തപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഹെഡായിരുന്നു കൃഷ്ണൻ സാറായിരുന്നു ഫസ്റ്റ് CMD. സെക്കൻഡ് CMD വന്ന ഈ ശ്രീധരൻ സാറ് തറോ പ്രൊഫഷണലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഒരു വർഷമേ ഷിപ്പ് യാർഡ് CMD ആയിട്ടുണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ടൈമിലാണ് ഫസ്റ്റ് ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ ആ ടൈം ആകുമ്പോഴത്തേക്കും തന്നെ ഡിഫിക്കൽട്ടീസ് ഇൻ മൗണ്ടിങ്, ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് ഡിഫിക്കൽട്ടീസ് സ്റ്റാർട്ടഡ് മൗണ്ടിങ്. കേരള വാസ് നോട്ട് നോൺ ടു ബി ദ ബെസ്റ്റ് ഫ്രം എ ലേബർ പോയിന്റ് ഓഫ് വ്യൂ. അതിൻ്റെ കൂടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലോ ഈ 18-20 വയസ്സുള്ള ചുറുചുറുക്കുള്ള ആൾക്കാരാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് സമരം ചെയ്യാനും റെഡി, തിരിച്ച് പണിയെടുക്കാനും റെഡി. പക്ഷെ പണി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്കിൽ സെറ്റ്സ് വർ നോട്ട് ക്ലിയർ. ഈ ഒരു ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഏർലി 2000s അതായത് ഒരു 72 കഴിഞ്ഞ് 90s ആകുമ്പോഴത്തേക്കും ദ ഷിപ്പ് യാർഡ് വാസ് ഇൻ ഡീപ്പ് റെഡ്. ഈ പറഞ്ഞ നെറ്റ്വർത്ത് മുഴുവൻ വൈപ്ഡ് ഔട്ടായി ഏതാണ്ട് ഒരു -150 crore നെറ്റ്വർത്ത് എന്നുള്ള സിറ്റുവേഷനിലെത്തിയിരുന്നു. അവിടെ വെച്ച് ഒരു ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ചെയ്തു. ആ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു വലിയ ചേഞ്ച് ഫ്രം ദ ഷിപ്പ് യാർഡ് പോയിന്റ് ഓഫ് വ്യൂ. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു വളരെ പോസിറ്റീവ് റിലൈസ് വെൻ ദ തേർഡ് ചെയർമാൻ ഡോക്ടർ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ് BHAL എന്നുള്ളൊരു വളരെ സീനിയർ പ്രൊഫഷണലാണ് വന്നത്. ഹീ സെറ്റപ്പ് ദ ഇൻടേക്ക് ക്വാളിറ്റി ഇൻ ടു ദ ഷിപ്പ് യാർഡ്. അതായത് ബെസ്റ്റ് എംപ്ലോയീസ് ആൻഡ് ദ ബെസ്റ്റ് ഓഫീസേഴ്സിനെയാണ് റിക്രൂട്ട് ചെയ്തത്. അതാണ് ഞങ്ങളുടെ ഇന്നും നിൽക്കുന്നതിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് തുടങ്ങിയ ഒരു ക്വാളിറ്റി ഓഫ് HR. അതെ. അപ്പോൾ എവ്രി പേഴ്സൺ ഹാസ് പുട്ട് ഇൻ ദ കൈൻഡ് ഓഫ് എഫേർട്ട്. പക്ഷേ ഫിനാൻഷ്യലി ആൻഡ് ബിസിനസ് പോയിന്റ് നിന്ന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ വന്നു. അതിനെ ഓവർകം ചെയ്തതാണ് 93 ഒരു ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് നടത്തിയത്. ആ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിൽ അതുവരെ ഉണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് were parked as redeemable preference shares. Loan interest was also accumulated into it. പക്ഷേ interest on interest was waived off. ആ ഒരു പോയിന്റിൽ തൊട്ട് അതായത് ഗെറ്റിംഗ് ഇൻ ടു ഏർലി 2000 ഷിപ്പ് റിപ്പയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വി സ്റ്റാർട്ടഡ് ടു മേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മണി. പക്ഷേ ഞങ്ങളുടെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ എക്സ് ആക്സിസിൽ തന്നെ മൂവ് ചെയ്തതായിരുന്നു. ബട്ട് വെൻ വി സ്റ്റാർട്ടഡ് ടു മേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മണി, അവിടെ ഒന്ന് സ്റ്റഡിയായി കിട്ടി. ഈ ഷിപ്പ് യാർഡിൽ ജോയിൻ ചെയ്ത ആ എംപ്ലോയീസ്, ഞാൻ ആദ്യം പറഞ്ഞ ആ ചുറുചുറുക്കുള്ള എംപ്ലോയീസ് ഹു ആർ റെഡി ഫോർ എവറിത്തിങ്, ദേ ഗോട്ട് മെച്യൂർഡ്, അവരുടെ സ്കിൽ സെറ്റ്സ് പീക്ഡ്. ആ പോയിന്റ് തൊട്ട് ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഉണ്ടായിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ് യാർഡിലെ തൊഴിലാളികൾ ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഓഫീസർ, സൂപ്പർവൈസർ, വർക്കർ, ആൻഡ് ദെൻ എ ലിറ്റിൽ ബിറ്റ് ബിസിനസ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങളെല്ലാം ഷിപ്പ് യാർഡിൽ ജോയിൻ ചെയ്തു. ഞാൻ 88 ട്രെയിനി ആയിട്ട് വരുന്നത്. 93 ഈ കാലഘട്ടം 93 ഫിസിക്കലി പിച്ചച്ചട്ടിയായിട്ട്
സേവ് ഓവർ ഷിപ്പ്യാർഡ് SOS, മെറൈൻ ഇൻഡസ്ട്രിയിലും ഷിപ്പിലുള്ളവർക്കും അറിയാം SOS എന്താണ്. ഇറ്റ്സ് ഫോർ ദ ലാസ്റ്റ് ബ്രെത്ത്. ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്യുമ്പോഴോ ഒരു ഷിപ്പ് മുങ്ങുമ്പോഴോ അയക്കുന്ന സിഗ്നലാണ്. അങ്ങനെ ഒരു SOS സിഗ്നലുമായിട്ട് എറണാകുളത്ത് ഈ MG റോഡിൽ ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ഈ ഷിപ്പ്യാർഡിന് ഉണ്ടായിട്ടുണ്ട്. വിച്ച് വാസ് വെരി വെരി എന്താ പറയുക, ഒരു എന്നെ പോലെയുള്ളവർക്ക് അത് വളരെ വിഷമമുള്ള ഒരു സാഹചര്യമാണ്. കാരണം നമ്മളെല്ലാം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ഫ്രഷ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ആയി വരുന്നു. അന്നൊന്നും അളന്ന് മുറിച്ച് ഒന്നും അല്ല, നമുക്ക് ഇത്രയൊന്നും എക്സ്പോഷർ ഒന്നും ഇല്ല. യു ഗെറ്റ് എ ജോബ് ആൻഡ് യു കം ടു എ ഷിപ്പ്യാർഡ്. പക്ഷെ 4-5 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്നു യു ആർ ആക്ച്വലി ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ there were possibilities. either run away, ഗൾഫ് ഭൂമി എന്ന ടൈമാണ്, യൂറോപ്പ് ഓപ്പൺ അപ്പ് ചെയ്യുന്നു, അമേരിക്ക, നമ്മുടെ IT സർവീസസ് നമ്മുടെ ഓപ്പൺ അപ്പ് ചെയ്തു. അപ്പോൾ എക്സാക്ട്ലി സോ വി ഹാഡ് മെനി ഓഫ് us had 2 opportunities. either run away from here or try and stay back and see whether we can make weather something the storm. അതെ, ഇതാണ് ശരിക്കും. ആൻഡ് ഐ തിങ്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ദിസ് വാസ് എ വെരി ക്ലീൻ കമ്പനി. ആൾക്കാർ, വി ഹാഡ് സം ഓഫ് ദ ഫൈനസ്റ്റ് പീപ്പിൾ, കറ കളഞ്ഞ ആൾക്കാർ. അതൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗ്യമാണെന്നെല്ലാം വേണമെങ്കിൽ പറയും. അത് പ്രോബ്ലി ഡോക്ടർ ശ്രീധരനെ പോലെയുള്ളവരും ഡോക്ടർ ജയചന്ദ്രനെ പോലെയുള്ളവരും എല്ലാം ക്രിയേറ്റ് ചെയ്ത ഒരു HR ഇംപെറ്റസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ദ വർക്കേഴ്സ് വർ അബൌട്ട് സ്കിൽ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് വർക്ക്. ദ ഓഫീസേഴ്സ് വർ കറ കളഞ്ഞ ആൾക്കാർ. അവിടുന്ന് ഏർലി 2000s, when people like me started to get a little bit more of influence and other things in the company, the initial thought process is, why are we looking only at India? അന്നത്തെ ഇന്ത്യയെ നമ്മൾ ലൈസൻസ് രാജ് ഇന്ത്യ എന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം മൻമോഹൻ സിംഗ്, നരസിംഹ റാവു ഇറ, ലിബറലൈസേഷൻ്റെ നാമ്പുകൾ വരുന്നു, ഫസ്റ്റ് വേവ്സ് വരുന്നു. ഷിപ്പ് ബിൽഡിംഗ് നമ്മളപ്പോഴും അടിച്ചു നിൽക്കുകയായിരുന്നു. ബട്ട് ഏർലി 2000s വി സ്റ്റാർട്ടഡ് ടു സേ, ആ ടൈമിലാണ് ഞാൻ പേഴ്സണലി ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിയിട്ടില്ല. അന്നത്തെ ഒരു ഇതിനകത്ത് നമുക്ക് ഫോർ മീ പേഴ്സണലി ഐ വാണ്ടഡ് ടു സീ വാട്ട് വാസ് ഐ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കീപ്പിംഗ് ഓപ്ഷൻസ് ഓപ്പൺ. സോ ആ ടൈമിലാണ് ഞാൻ ജപ്പാനിൽ പോയിട്ട് എൻ്റെ മാസ്റ്റേഴ്സ് എടുക്കുന്നത്. ജപ്പാനിലെ അതിന് മുമ്പ് ഒരു ഷോർട്ട് സ്റ്റിൻറ്റ് ജപ്പാനിൽ ഷിപ്പ്യാർഡിൽ നിന്ന് തന്നെ പോയിരുന്നു. അപ്പോൾ ആ ജാപ്പനീസ് മാസ്റ്റേഴ്സ് അത് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കണം. കാരണം നമുക്ക് ആ ഒരു റിയലൈസേഷൻ, അന്ന് ഷിപ്പ്യാർഡിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത പലരും, ഇപ്പോൾ എൻ്റെ ഇന്നത്തെ ഡയറക്ടർ IIT മദ്രാസിൽ നിന്ന് മാസ്റ്റേഴ്സ് ഗോൾഡ് മെഡലിസ്റ്റാണ്. എൻ്റെ മറ്റൊരു ഡയറക്ടർ കോഴിക്കോട് NIT നിന്ന് വന്ന്. അപ്പോൾ നമ്മളെല്ലാവരും വി വർ ജെല്ലിങ് ടുഗെദർ. ദ വർ സെറ്റ് ഓഫ് കോൺഫിഡൻസ്. ഞങ്ങളുടെ തൊട്ട് മുകളിൽ, ഞങ്ങളുടെ ജനറേഷൻ്റെ മുകളിൽ ഒരു 15 years അഹെഡായിട്ട് ദർ വാസ് എ ബാച്ച്. ഞങ്ങളന്ന് പറയുന്നത് നെവൽ ആർക്കിടെക്ട് ബാച്ച് എന്നാണ് പറയുക. ആ നെവൽ ആർക്കിടെക്ട് ബാച്ചും ഒരു സെറ്റ് ഓഫ് ഫൈൻ പീപ്പിൾ ഹു കെയിം ഫ്രം വേരിയസ് ഇൻഡസ്ട്രീസ്, അഗെയിൻ ക്ലീൻ പീപ്പിൾ, വി വർ പെയറിങ് ടുഗെദർ. അതായത് എൻ്റെ ജനറേഷനിലുള്ള മേ ബി ഒരു 50 ഓഫീസേഴ്സ്, അവർ ഏതാണ്ട് ഒരു 50, 60, 70 ഓഫീസേഴ്സ്. അവരെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ part is integrity. It was a very clean group. It was highly knowledgeable. അവരെല്ലാവരും ഡബിൾ ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. IIT മദ്രാസിൽ, അതായത് കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് വന്ന് IIT മദ്രാസിൽ ഫർദർ BTech ഇൻ നേവൽ ആർക്കിടെക്ചർ. ആക്ച്വലി IIT മദ്രാസിലെ BTech നേവൽ ആർക്കിടെക്ചർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് വേണ്ടിയാണ് തുടങ്ങിയത് ആ ടൈമിൽ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിംഗ്, പക്ഷെ ബിലീഫ് ആയിരുന്നു കുറവ്. ബിലീഫ് വാസ് നോട്ട് ദർ, ബട്ട് ദെൻ ദ സ്ട്രെങ്ത് വാസ് കമ്മിങ്. Getting into early 2000, we said, why are we just looking at India? Why not we look outside? കാരണം നമ്മൾ ഈ ഇന്ത്യയിൽ മാത്രം നിന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു ഔദാര്യത്തിൽ നിൽക്കേണ്ടതാണോ? നമുക്ക് why not we try to break? And the initial break came in 2002. അബുദാബി NPCC, നമ്മൾ മലയാളികൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന കമ്പനി, NPCC അബുദാബി എന്നാണ് ഫസ്റ്റ് ഒരു എക്സ്പോർട്ട് ഓർഡർ വരുന്നത്. അന്ന് ആ എക്സ്പോർട്ട് ഓർഡർ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ജപ്പാനിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമാണത്. കോൺട്രാക്ട് ടു ഡെലിവറി 1 year ആൻഡ് പീപ്പിൾ സെഡ് വിൽ ഫെയിൽ. പക്ഷെ അന്നത്തെ ലീഡർഷിപ്പ് അന്നത്തെ ഈ ഞാൻ പറഞ്ഞില്ല, ആ 15 years സീനിയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ദേ ടുക്ക് ദ ഡിസിഷൻ ദറ്റ് വിൽ ടേക്ക് ദിസ് ഓർഡർ. ആ ഷിപ്പ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. $8.2 million. $8.2 million ഉള്ള ഒരു ഷിപ്പ് വി ഡെലിവേർഡ് ഓൺ ടൈം
ഓക്കെ അതൊരു ഫ്രഷ് ഫിഗറായിരുന്നു. ഓക്കെ. അതിൻ്റെ തൊട്ട് പുറകെ വീണ്ടും സൗദി അറേബ്യയിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ഓർഡേഴ്സ് ഫോർ ടഗ്സ്, ഞാനാണത് ഹാൻഡിൽ ചെയ്തത് ആ ടൈമിൽ. ആ ടഗ്സ് 9 ടഗ് നമ്മൾ ഇസ്ലാമിക് പോർട്ട് ഓഫ് ജദ്ദ, സൗദി അറേബ്യ, അവിടേക്ക് ഡെലിവർ ചെയ്തു. ഇവിടെ എല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടിയത് മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊരു ഫീലായിരുന്നു, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് വരുന്നു ആ ഒരു. അപ്പോൾ അവർ ഹെവിലി സപ്പോർട്ട് ചെയ്തു. അബുദാബിയിലെ NPCCയിലും സൗദി അറേബ്യയിലെ ഇസ്ലാമിക് പോർട്ട് ഓഫ് ജദ്ദയിലും ആറ്റ്കോ എന്ന് പറഞ്ഞ കമ്പനി, അവരെല്ലാം സപ്പോർട്ട് ചെയ്തു. പക്ഷെ ആ ടൈമിലും വി ഡിഡ് എക്സലൻറ്റ് പ്രോജക്ട്സ്. ആ ടൈമിലാണ് ഏതാണ്ട് 2003-4 കാലഘട്ടത്തിലാണ് നമ്മൾ യൂറോപ്പ് ബ്രേക്ക് ചെയ്യണം, വെസ്റ്റ് യൂറോപ്പിൽ ചെല്ലണം. എന്നാലേ നമുക്ക് ഇതൊരു ചെറിയൊരു ഡൈക്കോട്ടമിയാണ്. നമുക്ക് ഡ്യൂ ടു സെറ്റ് ഓഫ് റീസൺ അന്നത്തെ കാലഘട്ടത്തിൽ യു ഡു ഗുഡ് വിത്ത് ദ വൈറ്റ്സ്, then you get recognized in your country. അതെ. വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത നമ്മുടെ IT ഗ്രൂപ്പ്, നമ്മുടെ FC കോളി തൊട്ട് TCS തൊട്ട് ഇൻഫോസിസ്, അവരാണ് ഇന്ത്യക്ക് ബിലീഫ് തന്നത്. ആ ബിലീഫിന്റെ പുറകിൽ ഒരു 10 വർഷം പുറകിലാണ് നമ്മളെല്ലാം പോകുന്നത്. പക്ഷെ ആ ബിലീഫ് വാസ് നമ്മുടെ ബ്രാൻഡ് ഇന്ത്യ, ദ ബിലീഫ് ഓഫ് അവർ യങ്സ്റ്റേഴ്സ്. ഇനീഷ്യലി ചെന്നിരിക്കുന്ന IT പ്രൊഫഷണൽസ് ഹാവ് ബീൻ സ്ട്രിപ്പ് സെർച്ച്ഡ് ഇൻ സം കൺട്രീസ്. ഇന്ന് എവിടേക്ക് എത്തി നമ്മൾ? അപ്പോൾ ആ ഒരു വേവിൽ ഞങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ദെൻ വി ഗോട്ട് അവർ ഫസ്റ്റ് ബ്രേക്ക് ഇൻ ടു യൂറോപ്പ്. എഗെയിൻ വീണ്ടും മലയാളി ശ്രീ ആൻ്റണി പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ മലയാളിയുണ്ട്. ഹീ വാസ് വെരി ക്ലോസ് വിത്ത് എ യൂറോപ്യൻ കമ്പനി. ആ റിസ്ക് എടുത്ത് ആ യൂറോപ്യൻ കമ്പനിയുടെ ഷിപ്സ് ഓർഡർ ചെയ്തു. ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെ ഐ വാസ് സീനിയർ മാനേജർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഞാൻ മാർക്കറ്റിങ്ങിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ടൈമായിരുന്നു. പക്ഷെ ദ ക്രെഡിറ്റ് ഈസ് ടു ദ CMD, ദ ഡയറക്ടർ ഓഫ് ഫൈനാൻസ് ആൻഡ് ദ ലീഡർഷിപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. നമ്മൾ പറയുന്നത് അവർ വിശ്വസിക്കാനും അവരും ആ റിസ്ക് എടുക്കാൻ റെഡിയായിരുന്നു. അത് നോർവേന്നായിരുന്നു ഓർഡർ? അത് ഡെൻമാർക്ക്. 6 കപ്പൽ ഡെൻമാർക്കിൽ നിന്ന്. അന്ന് എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഫെയിൽ ചെയ്യും. കാരണം അന്നത്തെ ഒരു ട്രാക്ക് റെക്കോർഡ്, കാരണം ആ ടൈം ആകുമ്പോഴത്തേക്കും ഈ ശ്രീധരൻ സാറ് ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ഷിപ്പ് തൊട്ട് കൊച്ചിൻ കപ്പൽശാല 5 ലാർജ് ടാങ്കേഴ്സ് ആണ് ചെയ്തത്. ക്വാളിറ്റി വാസ് എക്സലൻറ്റ്, ബട്ട് ടൈം ലൈൻസ് വാസ് ഇമ്പോസിബിൾ. എല്ലാം ഡിലേഡ് എന്ന് പറഞ്ഞാൽ 2-3 വർഷമൊക്കെ ഡിലേഡ് ആയിട്ടാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഷിപ്പ് യാർഡിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മൾ യൂറോപ്പിൽ നിന്ന് 6 കപ്പലെടുത്ത് ആദ്യത്തെ കപ്പൽ 24 മാസത്തിലും പിന്നത്തെ ഓരോ കപ്പൽ 5 മാസത്തിൽ ഡെലിവറി ചെയ്യാമെന്നൊക്കെ പറയുന്നത്. എല്ലാവരും പറഞ്ഞു ഇത് ആബ്ജക്റ്റ് ഫെയിലിയർ ആയിരിക്കും. ദാറ്റ് ഈസ് വേർ ദ ഇൻട്രിൻസിക് സ്ട്രെങ്ത് ഓഫ് കൊച്ചിൻ ഷിപ്പ് യാർഡ് കെയിം ഔട്ട്. കാരണം ആ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ദാറ്റ് ക്ലാസ് ഓഫീസേഴ്സ് ആൻഡ് ദ ടോപ്പ് ആൻഡ് വർക്കേഴ്സ് ആൻഡ് ദ സൂപ്പർവൈസേഴ്സ്, വി റിയലി അന്ന് തൊട്ടാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ CSL മാജിക് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തോളൂ. ഫസ്റ്റ് ഷിപ്പ് 24 മാസം കോൺട്രാക്റ്റിലെടുത്തത് വാസ് ഡിലേഡ് ബൈ 4 months. 28ാമത്തെ മാസം ഡെലിവറി ചെയ്തു. പക്ഷെ ബൈ ദ ടൈം ഇറ്റ് കെയിം ടു ദ 6th ഷിപ്പ് വി ഡെലിവേർഡ് ഇറ്റ് 105 days, 3.5 മാസം ഹെഡ് ഓഫ് ഷെഡ്യൂൾ. $2 million ബോണസ് കിട്ടി. അത് മാത്രമല്ല ആ ഓരോ ഷിപ്സും റിലീസ് ചെയ്യുമ്പോൾ, അതാണ് ഈ ആൻ്റണി പ്രിൻസിനെ പോലെയുള്ളവരോട് നമുക്ക് ഒരുപാട് താങ്ക്സ് ഉള്ളത്, ആ ക്ലിപ്പർ ഗ്രൂപ്പിനോട്. അവർ ദേ യൂസ് ടു അഡ്വർടൈസ് നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ബാക്ക് കവർ പേജ് ഈ ഷിപ്പ് റിലീസ് ചെയ്യുന്ന അഡ്വർടൈസ് ചെയ്യായിരുന്നു. അപ്പോൾ സഡൻലി ദർ വാസ് എ ഹ്യൂജ് പ്രൈഡ് ഇൻ ദ പീപ്പിൾ. ഫാമിലീസിന് സഡൻലി എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ മക്കൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിൻ കപ്പൽശാലയിലാണ്. അവർ ടൈമിന് ഷിപ്പ് ഡെലിവറി ചെയ്യുന്നത്. ആർക്കാണ് ഡെലിവറി ചെയ്യുന്നത്? ഡെൻമാർക്കിലേക്ക്. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് ചോദിച്ചു തുടങ്ങി, do you know any other engineering product in India which can get exported to Denmark? And people didn't have an answer. People were talking Infosys, TCS. അപ്പോൾ നമ്മൾ സ്മൈൽ ചെയ്ത് പറയും അതെല്ലാം സർവീസസ് അല്ല ഡെലിവറി. ആക്ച്വലി സർവീസസ് അല്ല, they have products also. പക്ഷെ when you ask that way, നമ്മൾ ചോദിക്കും ഒരു engineered product, hardcore engineering. We were delivering ships into hardcore Denmark. And Danish വേൾഡ് പ്രസ്സിൽ, ട്രേഡ് വിൻസ് എന്നൊക്കെ പറഞ്ഞ വേൾഡ് പ്രസ്സിൽ അവർ ഒഫീഷ്യലി they went on record saying that these are the highest quality in the world. And it was getting delivered on time and on price. അവിടുന്ന് തൊട്ട് I thought the body language suddenly ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്ത് നടന്നിരുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡിലെ തൊഴിലാളികളൊന്ന് നെഞ്ച് നിവർന്ന് നടക്കാൻ തുടങ്ങി. And I feel that's the most valuable investment. Decisive turning point. ആ ടേണിംഗ് പോയിന്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഷിപ്പ് റിപ്പയർ, ഒരു സൈഡിൽ ഷിപ്പ് റിപ്പയർ, വി വർ മേക്കിംഗ് മണി ഇൻ ഷിപ്പ് റിപ്പയർ, കണ്ടിന്യൂസ്ലി ഷിപ്പ് റിപ്പയർ എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്കിംഗ് വർക്കാണ്.
ഹൈലി പാഷനേറ്റ് വർക്ക്. ഞങ്ങളെല്ലാവരും മോസ്റ്റ് ഓഫ് ദ ലീഡർഷിപ്പ് ഓഫ് ടുഡേ ഇവിടെ വർക്ക്ഡ് ഇൻ ഷിപ്പ് റിപ്പയർ. നമ്മളിവിടെ സ്ലോഗ്ഡ് ഇൻ ഷിപ്പ് റിപ്പയർ. നമ്മളിവിടെ രാവ് പകലൊന്നും നോക്കാതെ വർക്ക് ചെയ്ത, ക്ലോക്ക് നോക്കാതെ വർക്ക് ചെയ്തൊരു സ്ഥാപനമാണ്. തൊഴിലാളികൾ അന്ന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള. അപ്പോൾ ദിസ് കമ്പനി റിയലി വർക്ക്ഡ്. ആ കമ്പനി വർക്ക് ചെയ്തതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ തുടങ്ങി ആ പോസ്റ്റ് ലിബറലൈസേഷൻ ഇറ നമ്മൾ കുറേയും ഗ്ലോബലി കണക്റ്റഡ് ആവുന്നു. പീപ്പിൾ ലൈക്ക് ഇൻഫോസിസ്, അവർ IT സെക്ടർ, അവർ ഫ്രണ്ട് ലൈൻ ഇൻഡസ്ട്രീസ് വർ സ്റ്റാർട്ടിംഗ് ടു ഗെറ്റ് എ നെയിം ഇൻ ദ ഇൻഡസ്ട്രി. So suddenly we were, and then the oil and gas market was booming. We moved from this thing into bulk carriers, into offshore vessels. I was personally involved. ഞാൻ ആദ്യം നോർവേയിലേക്ക് പോകുന്നത് 2004. അപ്പോൾ it's 20 years back. ആ 20 years we created a lot of goodwill, lot of trust. We delivered some very high quality ships. ഏതാണ്ട് ഒരു 35-40 കപ്പൽ ഡെലിവർ ചെയ്തു. അത് ടു നോർവേ, ജർമ്മനി, 4 വെസൽസ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നെതർലാൻഡ്സ്. അപ്പോൾ സഡൻലി പീപ്പിൾ സ്റ്റാർട്ടഡ് സെയിങ് ഇതെങ്ങനെ, ഇത് കേരളത്തിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ സ്മൈൽ ചെയ്തു, ഇത് കേരളത്തിൽ നിന്ന്, ദിസ് ഈസ് ഹാപ്പനിങ് ഫ്രം കേരള. ആൻഡ് അത് സമരങ്ങളുടെ നാടല്ല. ഞങ്ങൾ പറഞ്ഞു ദിസ് ഈസ് എ ഷിപ്പ് യാർഡ് വിച്ച് ഹാസ് നോട്ട് ഹാഡ് എ സിംഗിൾ ഡേ ഓഫ് സ്ട്രൈക്ക് ബൈ അവർ പെർമനൻറ്റ് എംപ്ലോയീസ്. അത് നോട്ടീസ് തന്ന് നാഷണൽ ഹർത്താൽ, സ്റ്റേറ്റ് ഹർത്താലിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ പലപ്പോഴും കൊച്ചിൻ കപ്പൽശാലയുടെ മുമ്പിൽ എപ്പോഴും ഒരു പന്തലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. ദെൻ വി വർ ടേക്കിംഗ് ഇറ്റ് ഇൻ ദ സ്ട്രൈഡ്. വി സെഡ് ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് അവർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അതിൻ്റെ അർത്ഥം പുറമെ 4 കൊടിയും കുറേ പേരിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ദാറ്റ് മൈ ബി എ ഗ്രൂപ്പ്. അവർ ദേ നെവർ ഡാമേജ് ദ ബേസിക് ഫാബ്രിക് ഓഫ് കൊച്ചിൻ ഷിപ്പ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഗ്രീൻ മെയിലിങ്ങും ബ്ലാക്ക് മെയിലിങ്ങും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദർ വാസ് എ സോർട്ട് ഓഫ് നല്ലൊരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻസ്, ദ വർക്കേഴ്സ് ആൻഡ് ദ മാനേജ്മെൻറ്റ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ 2 സൈഡിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വി കെയിം ടു എ കൈൻഡ് ഓഫ് എ ടേക്ക് ഓഫ് സ്റ്റേജ്. I feel that was a take-off stage. The early 2000s or the mid 2000s was a take-off and stage. Now it is a kind of a smooth sailing. I will never say that. കാരണം നമ്മളിപ്പോൾ ശരിക്കും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഒരു മാസീവ് ട്രാൻസിഷൻ പോയിന്റ് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ഓർഡറാണ്. നേവി, അപ്പോൾ ഞങ്ങൾ അഗെയിൻ പറയണ ഒരു നേവൽ ഷിപ്പ് ചെയ്യാത്ത ഷിപ്പ് യാർഡ് എന്ന് ഞങ്ങളെ ചിലർ കളിയാക്കുമ്പോൾ നമ്മൾ പറയും അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ലാർജസ്റ്റ്, വി സ്റ്റാർട്ട് ഓഫ് വിത്ത് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് ഞങ്ങൾ. പക്ഷെ അവിടെ ദ ട്രസ്റ്റ് ആൻഡ് ദ ഫെയ്ത്ത് പ്ലേസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, ബൈ ദ ഇന്ത്യൻ നേവി. ഇനീഷ്യൽ ഫേസസിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നൗ കമ്മിങ് ബാക്ക് ടു ദ മോസ്റ്റ് റീസെൻറ്റ് ടൈം, this is a shipyard which has delivered an aircraft carrier. It's a massive achievement, massive feat of engineering. അതിൻ്റെ കൂടെ ആ എയർക്രാഫ്റ്റ് കാരിയർ പണിയുന്ന സമയത്ത് തന്നെയാണ് ഏതാണ്ട് 35 ഷിപ്പ് അതിൻ്റെ പാരലലി ഡെലിവറി ചെയ്ത്. പീപ്പിൾ ക്യാൻ ലുക്ക് അറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫ്രം വേരിയസ് ലെൻസസ്. പല ലെൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പറയുന്ന ഫിഗർ ആയിരിക്കില്ല കാണുന്നത്. ബിക്കോസ് യു ക്യാൻ ലുക്ക് അറ്റ് us, you can compare us with some of the Korean yards. നമ്മൾ തുടങ്ങിയ സമയത്തുള്ള കൊറിയൻ യാർഡ് ഇതെല്ലാം പറയാം. പക്ഷെ ദെൻ സർക്കംസ്റ്റാൻസസും എല്ലാം കൂടെ ഒരുമിച്ച് നോക്കണം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കമ്പനി, ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് എ കമേഴ്ഷ്യൽ എൻറ്റൈറ്റി. വേർ ഇസ് കൊറിയ, എന്താ ഈസ്റ്റേൺ ടൈഗേഴ്സ് പോയ ഇതെല്ലാം നമ്മളെല്ലാം സ്റ്റഡി ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ജസ്റ്റ് കമ്പയറിങ് ആപ്പിൾസ് വിത്ത് ഓറഞ്ചസ്. നമ്മൾ ലെറ്റ് us ട്രൈ ടു അപ്രീഷിയേറ്റ് വേർ വി ആർ നൗ. നമ്മളൊരു ഗുഡ് ടേക്ക് ഓഫും കഴിഞ്ഞ് എനി ടേക്ക് ഓഫ്സ് വിൽ പ്ലാറ്റോ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ആ ഒരു പ്ലാറ്റോയിഷ് ലെവലിലായിരുന്നു നിന്നിരുന്നത്. ബട്ട് വി ആർ പ്രോബബ്ലി റെഡി ഫോർ ദ നെക്സ്റ്റ്. അവിടെയാണ് അല്ലെ രണ്ടാമത്തത് ഇപ്പം നമ്മൾ പറയുന്ന സെക്കൻഡ് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ഒരു ടോക്ക് ഉണ്ട്. അത് ഏത് സ്റ്റേജിലാണ് സർ? അത് സെക്കൻഡ് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ടോക്ക് ഒരു വളരെ വലിയ എന്താ പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷനാണ്. അപ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഈസ് ദർ ബി എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ്. നേവി ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ നീഡ് ഫോർ ദ സെക്കൻഡ് എയർക്രാഫ്റ്റ് കാരിയർ. പക്ഷേ അതിൻ്റെ ദ kind of money involvement, the kind of resource commitment that's to be made. See, as a country, നമുക്ക് നമ്മുടെ കൺട്രിയുടെ പ്രയോറിറ്റീസും സ്ട്രാറ്റജിക് വിഷനും അനുസരിച്ച് ചേർക്കുമ്പോൾ ആ ഡിസിഷൻ ഹാസ് നോട്ട് യെറ്റ് ബിൻ ഫൈനലൈസ്ഡ്. ബട്ട് വി ഫീൽ ആൻഡ് വി ഗെറ്റ് ദ വ്യൂസ് ദാറ്റ് it could be around the corner. But basically in principle clearance is there. In principle clearance, avade in principle clearance the Navy has moved its final papers.
ഗവൺമെൻറ്റിനകത്തും ദർ ഇസ് ഇൻ പ്രിൻസിപ്പിൾ ലെറ്റ്സ് യൂസ് ദ വേർഡ് കൺകറൻസ് ഓർ അവയർനെസ്. Yeah. പക്ഷെ ആ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ there would be various other competing demands. Okay. ആ competing demands-ല് so I think that's a decision which we should gracefully leave it to, because that's part of a very large strategic decision. But from a shipyard's point of view, we feel it will come. It's a matter of ടൈം. exact time, in the near foreseeable future എന്ന് വേണമെങ്കിൽ നമുക്ക് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഡോക്യാർഡ് വന്നതോട് കൂടിയിട്ട് വി ആർ നൗ ഇൻ എ പൊസിഷൻ ടു എക്സിക്യൂട്ട്. എക്സാക്ട്ലി. ആ സെക്കൻഡ് ഡോക്കിന് ഇപ്പോൾ വന്ന തേർഡ് ഡോക്ക് ഈസ് ഇൻ വി ആർ ഫുള്ളി റെഡി ടു എക്സിക്യൂട്ട് ഇറ്റ്. ബട്ട് വാട്ട് ഹസ് ഹാപ്പൻഡ് ഈസ് ആ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ സ്കിൽ സെറ്റ്സ് വി ആർ ടുഡേ ഹാൻഡ്ലിംഗ് 14 naval projects. അത് കൂടാതെ മൾട്ടിപ്പിൾ കമേഴ്ഷ്യൽ പ്രോജക്ട്സ്. ഷിപ്പ് റിപ്പയർ ഈസ് ഡൂയിങ് സ്ട്രോങ്. സോ ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ ഗുഡ് സ്ട്രെങ്ത്തിലാണ് കമ്പനി നിൽക്കുന്നത്. പക്ഷെ നേരത്തെ ചോദിച്ച ചോദ്യം, ബിസിനസ്സിൽ കോംപ്ലസൻസി പറ്റില്ല. ബിസിനസ്സിൽ വി മസ്റ്റ് ബി വെരി വെരി ക്ലിയർ. സി ഇംഗ്ലീഷിൽ സേയിങ് ഉണ്ടല്ലോ, ദ fall from the height will be much more severe than. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് സർ, നമ്മൾ പറയും ബിസിനസ്സിൽ യു ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു സീ അറ്റ്ലീസ്റ്റ് 10 years. എക്സാക്ട്ലി. അവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ വിഷൻ, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച്. എ ഹ്യൂജ് ചേഞ്ച് ഈസ് ഹാപ്പനിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ന്യൂ എനർജി, ദിസ് തിങ്. അവിടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയർമാനായി ചാർജ് എടുത്തത് 2016-ലാണ്. ആ പോയിന്റിലോട്ട് വി വർ വെരി ക്ലിയർ. നമുക്ക് വി ഹാവ് സീൻ ഒരു ഇനീഷ്യൽ 40-50 years നമ്മൾ കണ്ടു, നമ്മൾ വെറുതെ വിക്ടിം കാർഡ് കളിച്ചിട്ടോ സിമ്പതി പ്രതീക്ഷിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതെല്ലാം നമുക്ക് ആവശ്യാനുസരണം സ്ട്രാറ്റജിക്കലി ടാക്ടിക്കലി യൂസ് ചെയ്യാം. പക്ഷേ ആത്യന്തികമായിട്ട് വിഷൻ അതല്ല. നമ്മൾ വി മസ്റ്റ് ബി ഇൻഹെറൻ്റ്ലി സ്ട്രോങ്. വി മസ്റ്റ് ബി റെഡി ഫോർ ദ ഫ്യൂച്ചർ. വി മസ്റ്റ് ബി റെഡി ഫോർ ദ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പം നമ്മുടെ വിഷൻ മസ്റ്റ് ബി stand strong, create your strengths, create your people's strength, be ready for the technology part. As of now, we are generally good on the technology. But does it mean we are amongst the best? I wouldn't say. Cutting edge globally പലയിടത്തുള്ളതിൽ നമ്മൾ ആയിരിക്കില്ല. But we are in patches or we are in circuits of excellence. Technological excellence-ലുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സലൻസിലും we are in patches. അതിൻ്റെ ഒരു റൈറ്റ് അമാൽഗമേഷൻ കിട്ടാനാണ് നമ്മൾ സ്ട്രൈവ് ചെയ്യുന്നത്. ബട്ട് വാട്ട് വി ഹവ് ഡൺ ഈസ് 2019 വി എൻഗേജ്ഡ് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. അത് എൻഗേജ് ചെയ്തൊരു കൺസൾട്ടിംഗ് റോളൊന്നും അല്ല ചെയ്തത്. ഞങ്ങൾ വി വർ ഡീപ്ലി ഇൻവോൾവ്. 175 of our officers along with BCG, we have now worked almost 3.5 years. We have created, അന്ന് 2019 തുടങ്ങിയപ്പോൾ നമ്മൾ ക്രൂസ് 2030. So what should CSL be in 2030? We have a fairly good sense of direction. ആ സെൻസ് ഓഫ് ഡയറക്ഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും. സോ വൺ പാർട്ട് ഈസ് വി വോണ്ട് ടു ബി സ്ട്രോങ് ഓൺ ഡിഫെൻസ്. വി വോണ്ട് ടു ബി സ്ട്രോങ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്നത് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്ന ഗ്രൗണ്ട്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് ദർ ആർ 2 large facets happening in this world, covering every space. One is നേരത്തെ പറഞ്ഞ ദ ഡിജിറ്റൽ AI ML സ്പേസ്. അത് ടച്ച് ചെയ്യാത്ത ഒരു ഫാസറ്റ് ഉണ്ടാവില്ല ഇൻ ഇൻഡസ്ട്രി ഓർ ഇൻ ലൈഫിൽ. ദ അതർ പാർട്ട് ഈസ്, ഞാൻ എൻ്റെ ഭാഷയിൽ യൂസ് ചെയ്തത് സസ്റ്റൈനബിലിറ്റി ഡിസ്കോഴ്സ്, എൻവയറമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, ഗ്രീൻ ഡിസ്കോഴ്സ്, ആൻഡ് ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ദീസ് ടു, ബിറ്റ്വീൻ ദ AI ML ഡിജിറ്റൽ ആൻഡ് ദ എൻവയറമെൻറ്റ്. ഇത് സെപ്പറേറ്റ്ലി മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പോൾ IT കമ്പനീസ് തന്നെ കുറച്ച് നാൾ മുമ്പ് അവർക്ക് എല്ലാവർക്കും ഇനീഷ്യലി ദേ ഹാഡ് ദ IT ബിസിനസ്, ദേ ഹാഡ് ദ ഡിജിറ്റൽ. ഇപ്പൊ ആരും അങ്ങനെ പറയുന്നില്ല. ഇറ്റ് ഇസ് ഓൾ ടോട്ടൽ. അതുപോലെ തന്നെ ഇറ്റ്സ് എ സൊല്യൂഷൻ. ഇവിടെയും നമ്മൾ നിൽക്കുന്നത് ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് നമുക്കും വരാൻ പോകുന്നത്. ഐ തിങ്ക് വി ഹാവ് ബോർഡർഡ് ഇറ്റ് വെരി വെൽ. കാരണം വി ആർ ടുഡേ ഹൈലി നോൺ ഇൻ യൂറോപ്പ് ഇൻ ദ ഗ്രീൻ ഷിപ്പ് സ്പേസ്. അവിടെ എനിക്ക് കാരണം നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുള്ള ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു പറയുന്നു. ഹൈഡ്രജൻ അതിൽ ഓരോ സ്റ്റെപ്സ് നമ്മൾ എടുത്തത്, ആ സ്റ്റെപ്സിലെല്ലാം എഗെയിൻ ചില സമയത്ത് ചിലത് കാര്യങ്ങൾ ഭാഗ്യം, ചില സമയത്ത് റൈറ്റ് ഡിസിഷൻസ് ആൻഡ് ഭാഗ്യം. എപ്പോഴും ഐ ഫീൽ ദാറ്റ് എല്ലാം തിരിഞ്ഞു നോക്കി നമ്മുടെ കഴിവാണെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും സംടൈംസ് യുനോ പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോ വെസൽസ്, അതൊരു ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. ഓക്കെ. അത്
it's a matter of pride for every Keralite. Okay. ഞങ്ങൾ we have built those vessels, we have built it fine, we have built it with our best technologies and best commitment. Okay. പക്ഷെ അതിൻ്റെ thought process came from the Cochin Metro Rail Limited. Okay. അവരാണ് ഡ്രൈവ് ചെയ്തത്, കേരള ഗവൺമെൻറ്. ആ മൂവ് ചെയ്ത തോട്ട് പ്രോസസ്സിൽ വന്ന വെസൽസിൻ്റെ അപ്രീസിയേഷൻ, അവിടുന്ന് ഇനീഷ്യലി വി ബിൽഡ് 2 autonomous vessels for Norwegian clients. The autonomy part നമ്മളല്ല ചെയ്തിരിക്കുന്നത്. It is just, so we were, for us that was a black box. So then we were suddenly part of that autonomy green vessel circuit in Norway. Okay. It is part funded by the government of Norway. അത് കഴിഞ്ഞ് വന്ന പല പ്രോജക്ട്സിൽ ആണ് ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ പറയുന്നത്. വി ആർ കറൻ്റ്ലി സാംസ്കിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വി ആർ ബിൽഡിംഗ് വാട്ട് കുഡ് be potentially the world's first hydrogen fuel cell container vessel, feeder container vessel. Okay. അപ്പോൾ അത് കറൻ്റ്ലി നമ്മളിപ്പോൾ അത് എത്ര പ്രൊജക്ട് എത്ര അതിൻ്റെ ദറ്റ്സ് അറൗണ്ട് 2 വെസലും കൂടെ 2 വെസലാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2 വെസലും കൂടെ ഏതാണ്ട് ഇറ്റ്സ് അബൌട്ട് ക്ലോസ് ടു 60 million euro. 2 വെസൽസ്, 2 വെസലിനും കൂടെ. അത് നമ്മൾ എപ്പോഴാണ് നമ്മളിപ്പോൾ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഫേസിലാണ്. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഫേസ്. ഡെലിവറി ഇപ്പോൾ ഡെലിവറി ഷെഡ്യൂൾ ഈസ് ഫ്രം നൗ ഇറ്റ്സ് അബൌട്ട് 18-19 months from now. First ships should get delivered. ആ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് എക്യുപ്മെന്റ് ഓർഡറിംഗ് ഫേസിൽ നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് വേൾഡിലെ തന്നെ ഫസ്റ്റ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ഷിപ്പ് വെസൽസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. കാരണം അതിൻ്റെ ദോസ് കമ്പനീസ് ദാറ്റ് വേരിയസ് ഓപ്ഷൻസ് വേൾഡ് വൈഡ്. അത് കൂടാതെ അവർക്ക് അവരുടെയും ആ ഡിസൈൻ അതും ഇവോൾവ് ചെയ്യണം. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇറ്റ്സ് എ ഫ്രോസൺ തിങ്. സംബഡി എൽസ് ഹാസ് നോട്ട് ഡൺ ഇറ്റ്. അപ്പോൾ ഇറ്റ് വിൽ ഹാവ് സർപ്രൈസസ്, ഇറ്റ് വിൽ ഹാവ് ചാലഞ്ചസ്. ദേ ബിലീവ്ഡ് ഇൻ അവർ കപ്പാസിറ്റി. ദേ ആർ ബിലീവ്. വി ആർ, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 300 സ്ട്രോങ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. ആ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലുള്ള വിശ്വാസമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആസ് വി മൂവ് ഫോർവേഡ് വി ആർ സീയിങ് ദേ ഗെറ്റിംഗ് എക്സ്ട്രീംലി കംഫർട്ടബിൾ വിത്ത് us. വി ആർ പ്രോബ്ലി ടോക്കിംഗ് മോർ പ്രോജക്ട്സ്. ഓക്കെ, അതാണ് എൻ്റെ ഒരു, അതാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മളിത് എക്സിക്യൂഷൻ ആൻഡ് ഡെലിവറി കഴിഞ്ഞാൽ അതെ we are I mean crossing another technological threshold. Exactly. Especially hydrogen fuel cell is going to be a kind of a game changer in the energy. അപ്പോൾ അവിടെ the entire hydrogen economy, അതൊരു entirely different topic ആണ്. It's a vast topic. അതെ. But I firmly believe in hydrogen as a game changer for the future. ഈ the entire hydrogen economy എന്ന് പറയുന്നത് തന്നെ it could even upset the current geopolitical order. Yeah. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ ഹൈഡ്രജൻ മിഷൻ, ഇറ്റ്സ് ഓൾറെഡി $3 billion പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇൻഡസ്ട്രീസ് ഹാവ് ഗോട്ട് കണക്റ്റഡ്. കേരളത്തിൽ നമ്മൾ വി ഹാവ് ഡൺ, നമ്മൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇതുവരെ. നമ്മൾ ഹൈഡ്രജൻ വാലി കൺസെപ്റ്റ് മോസ്റ്റ് റീസെൻറ്റ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സിയാലും BPCLും കൂടെ ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പാർട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞങ്ങൾ we are expecting the first hydrogen fuel cell vessel. It is actually run, but officially at the August hands of the Prime Minister, we are expecting a inauguration very shortly. Okay. We are actually doing a pilot project where the fuel cell is also Indian. That's a very critical thing. The fuel cell, the powertrain, the software, the integration, the marinization, the complete command and control is Indian. Okay. Cochin Shipyard ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓട്ടോമേഷൻ ആൻഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ, ഇന്ത്യൻ രജിസ്റ്റർ ഷിപ്പിംഗ്, ഇന്ത്യയിലെ ലീഡിംഗ് ടെക് കമ്പനി കോൾ KPIT മൊബിലിറ്റി സ്പേസിലെ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രോവസ് വെച്ച് നമ്മളൊരു 50 kilowatt, ഇറ്റ്സ് നോട്ട് എ സ്മോൾ സൈസ്, 50 kilowatt മൊഡ്യൂൾ ഫ്യൂൽ സെൽ വെച്ച് നമ്മൾ വി ആക്ച്വലി മൂവ് ദ ഷിപ്സ് ഇൻ കൊച്ചിൻ. ബട്ട് അതിൻ്റെ ഫോർമൽ നോട്ടിഫിക്കേഷൻസ് വിൽ കം ഇൻ എ ഫ്യൂ ഡേയ്സ് ഡൗൺ ദ ലൈൻ. Okay. What we are trying to send the signals is we are ready. India ഇന്നത്തെ ഒരു ന്യൂ ഫൗണ്ട് പോസിറ്റിവിറ്റി, നോട്ട് ജസ്റ്റ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഷിപ്പ്യാർഡ് ഓർ ദ ഷിപ്പ് ബിൽഡിംഗ് സ്പേസ്. ഇതെല്ലാം ഇറ്റ് ഗോസ് വിത്ത് ആംബിയൻസ്. ആ ആംബിയൻസ് ഇന്ന്
we are talking about being the third largest economy in the world, one of the leading engineering provers in the world. ഇന്ന് പറയുന്ന പോലെ ഗ്ലോബൽ കോമ്പറ്റൻസി സെൻറ്റേഴ്സ് GCCs ഇന്ന് ഇന്ത്യയിൽ 330 GCCs ആണ് വന്നിരിക്കുന്നത്. കമ്പനീസ് ലൈക്ക് ABB, Siemens, you name who's who of the world, അവരുടെ എല്ലാം GCCs ഇന്ത്യയിൽ വരുന്നു. ഐ തിങ്ക് നമ്മൾ ടിപ്പിംഗ് പോയിന്റ് ആണ്. നമ്മൾ കേരള ഈസ് ഓൾസോ ജെല്ലിംഗ് വിത്ത് ദിസ്. കേരള ഈസ് ഡൂയിങ് വെരി വെൽ. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് and that young tech group എന്ന് പറയട്ടെ, ഐ തിങ്ക് ഇറ്റ്സ് കമ്മിങ് ഓഫ് ഏജ്. അതിന്റെ ഒരു എക്കോസിസ്റ്റം വരുന്നുണ്ട്. ഞങ്ങൾ വി ആർ ടീമിങ് അപ്പ് ദർ. പലർക്കും അറിയില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെസലിന്റെ പാരലലി തന്നെ ഞങ്ങൾ വി ആർ putting in our own money to develop an all Indian ecosystem autonomous vessel. ഇപ്പോൾ ഓട്ടോണമസ് വെസൽ എന്ന് പറഞ്ഞൊരു ഒരു സിംഗിൾ ഷോട്ട് വെസൽ അല്ല, അതിനകത്ത് ഇങ്ങനെ പല കോമ്പണൻസ് ഓഫ് ടെക്നോളജീസ് ഉണ്ട്. A lot of integration has to be there. A lot of and integration എന്ന് പറഞ്ഞാൽ see you need to design and develop something. ആൻഡ് ദെൻ ആ ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്തത് ഇപ്പോൾ ഒരു ആ ടെക്നോളജി എനിക്ക് ഇതിൽ മാത്രമല്ല, എനിക്ക് വേറെ പലയിടത്തും യൂസ് ചെയ്യാം. സോ ഐ എം ആക്ച്വലി ഡെവലപ്പിംഗ് റീസെൻ്റ്ലി ചന്ദ്രയാനും മംഗൾയാനും എല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീ സോമനാഥ് പറഞ്ഞൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. വളരെ വർഷം മുമ്പ് ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള നട്ട്സ് ആൻഡ് ബോൾസ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തിരുന്നു. നട്ട്സ് ആൻഡ് ബോൾസ്. ആ നട്ട്സ് ആൻഡ് ബോൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ISRO ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിട്ട് വർക്ക് ചെയ്ത് നട്ട്സ് ആൻഡ് ബോൾസ് ഡെവലപ്പ് ചെയ്തു. ബേസിക്കലി പ്രിസിഷൻ. വി ആർ ടോക്കിംഗ് ദാറ്റ് വെരി ഇന്ന് ആലോചിച്ചൊക്കെ ഒരു നട്ട് ആൻഡ് ബോൾട്ടിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാം. പക്ഷെ നട്ട് ആൻഡ് ബോൾട്ടിൽ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ടുഡേ ദാറ്റ്സ് പാർട്ട് ഓഫ് ഹിസ്റ്ററി ആൻഡ് ടുഡേ യു ആർ ദ ഹയസ്റ്റ് ഗ്രേഡ് ഓഫ് സ്റ്റഫ് അവൈലബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ജസ്റ്റ് take this example of this autonomous vessel. It's a small 12-meter vessel, but we are involved. 2 labs of the DRDO is involved. IIT Madras is involved. 7 startups, all from Kerala, are involved. Okay. ഞങ്ങളിത് we will come out openly with what are the technologies. എല്ലാം വെരി വെരി ഹൈ എൻഡ് ടെക്നോളജീസ് ആണ്. It could be a big announcement. It will be a big thing. It will be a big thing. അപ്പോൾ ബട്ട് വി ഹാവ് ടു വർക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ സ്റ്റാർട്ടപ്സ്, ഞാൻ അഗൈൻ പേര് പറയുന്നില്ല, ആ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ വൺ ഓഫ് ദ കേരള എഞ്ചിനീയറിംഗ് കോളേജസിലെ ഇലക്ട്രോണിക്സിലെ ഗോൾഡ് മെഡലിസ്റ്റാണ്. US ആപ്പിളിൽ ഒരു പെർട്ടിക്കുലർ ഡിവിഷൻ്റെ ചീഫ് ഡിസൈനർ ആയിരുന്നു. ഹി ഹസ് കം ബാക്ക്, ഹി ഹസ് സെറ്റ് അപ്പ് എ സ്റ്റാർട്ടപ്പ്. See that startup. അപ്പോൾ ഞാൻ പറയുന്നത് we are probably able to create an ecosystem, and this is ഇന്ന് we feel as Cochin Shipyard we feel much more confident to do such things, and we are probably having a little bit of money which we can invest into the future. Let us be very clear, Cochin Shipyard is not talking about a single rupee being put in for charity or for grant. It is all ഞങ്ങളെല്ലാം ഫ്യൂച്ചറിലേക്ക് ബിസിനസ്സും സ്ട്രാറ്റജി നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ല ഞങ്ങൾ ചാരിറ്റിയിലിടാൻ അല്ലെങ്കിൽ ഗ്രാൻഡ് കൊടുക്കാൻ ഐ ഫീൽ വി ആർ എ സ്റ്റാൻഡിങ് കോർപ്പറേറ്റ്. വി ആർ നോട്ട് എൻ എക്സ്റ്റെൻഡഡ് ആം ഓഫ് ദ ഗവൺമെൻറ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ്, ഗവൺമെന്റ്സ് മേ ബി ഏബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഐ ക്യാൻ ഇൻവെസ്റ്റ് ഓൺലി ഇൻ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റി. എനിക്ക് കമേഴ്ഷ്യലും എക്കണോമിക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ളതിനാണ്. ഐ ക്യാൻ പാർട്ടിസിപ്പേറ്റ്, ഐ വിൽ ബി കൺസിഡറേറ്റ് ടുവേർഡ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ഉള്ള കാര്യം നമ്മൾ. പക്ഷെ നമുക്ക് ബിസിനസ് ആൻഡ് കമേഴ്ഷ്യൽ തന്നെ ഈ അടുത്ത സാറ് നേരത്തെ പറഞ്ഞു വാട്ടർ മെട്രോ വാസ് എ കൈൻഡ് ഓഫ് എ ടേണിംഗ്. ഈ വാട്ടർ മെട്രോയുടെ കൺസെപ്റ്റ് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് യു മെൻഷൻ സംതിങ് ലൈക്ക് എ റിവർ ക്രൂയിസ് ഈസ് എ മേജർ പൊട്ടൻഷ്യൽ. അതിലെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട്? റിവർ ക്രൂസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇത്രയും റിവേഴ്സും ബാക്ക് വാട്ടേഴ്സും വാട്ടർ ബോഡീസും ലേക്സും ആൻഡ് കണക്റ്റഡ് വിത്ത് ദ കോസ്റ്റൽ ഇക്കോസിസ്റ്റം. വേൾഡ് വൈഡ് ക്രൂസിംഗ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം ബോട്ടിംഗ്. അല്ലെങ്കിൽ ക്രൂസിങ്ങിൽ സ്ഥലം കാണാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ദ എക്സ്പീരിയൻസ്. ഇറ്റ്സ് അബൌട്ട് ഹിസ്റ്ററി. ഇറ്റ്സ് അബൌട്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുമായിട്ട് വളരെ ക്ലോസ്ലി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ വെരി ആക്റ്റീവ് ഇൻ ഗംഗ.
അവർ ദേ ഓപ്പറേറ്റ് ഔട്ട് ഓഫ് യൂറോപ്പ്. ഇന്ത്യൻസ് ആണ്, ദേ ഗോട്ട് യൂറോപ്യൻസ് ഓൾസോ വിത്ത് ദം. അവരിപ്പോൾ ഗംഗാ വിലാസ് എന്ന് പറഞ്ഞ ഷിപ്സ് ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ്ലി ദ ലോങ്കസ്റ്റ് ക്രൂസ് റിവർ ക്രൂസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശ് വഴി ചെയ്തത്. അവർ ദേഡാണ് റക്കി ഇൻ കേരള. കേരളത്തിലെ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ റിവേഴ്സ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന മുസ്രിസ് തൊട്ട് കൊല്ലം വരെ ഉള്ളൊരു സർക്യൂട്ട്, ഒരു 7 to 8 ഡേ കവർ ചെയ്യുന്ന ഒരു സർക്യൂട്ട്. അപ്പോൾ അല്ല 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 നമ്മുടെ കുമരകത്ത് നമ്മൾ ചെയ്യുന്ന ഹൗസ് ബോട്ട് അല്ല. ഇതിനകത്ത് യു ലീവ് ഇൻ ദിസ് വെസൽ ആൻഡ് യു എക്സ്പീരിയൻസ് ലൈഫ് ആൻഡ് യു എക്സ്പീരിയൻസ് കൾച്ചർ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ പോലെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ എന്താ പറയണ സെക്കൻഡ് ഓൾഡസ്റ്റ് മോസ്ക് ഇൻ ദ വേൾഡ് തൊട്ട് നമുക്ക് മുസ്രിസ് തൊട്ട് വന്ന് പെരിയാറും ആയിട്ട് കണക്ട് ചെയ്ത് കൊച്ചി കണക്ട് ചെയ്ത് മൂവി. അപ്പോൾ യു ബിൽഡിംഗ് അപ്പ് സംതിങ് ഓവർ ദ. ഇത് ഓൺലി തിങ് ഇസ് ഇറ്റ്സ് ഫോർ ദ വെരി റിച്ച് ആൻഡ് വെരി അഫ്ലുവൻറ്റ്. പക്ഷേ ഇറ്റ് വിൽ ഹാവ് ഡൗൺവേർഡ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ ദ സ്റ്റേറ്റ്. എനിക്ക് തോന്നുന്നത് കേരളം നന്നായി പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവർ അപ്വേർഡ് റിവർ ഹൈ ആൻഡ് റിവർ ക്രൂസസ്. അതിന് നമുക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിൽ ഇൻവോൾവ് ആയത് ഞങ്ങളുടെ സൈസസിനേക്കാളും ചെറുതാണത്. ബട്ട് വി ഫെൽറ്റ് ഞങ്ങൾ പലയിടത്തും ഈ സ്മോളർ വെസൽസിൽ വി ഗോട്ട് ഇൻവോൾവ്. അത് ഞങ്ങൾക്ക് ഇന്ന് 2 സബ്സിഡറി കമ്പനി ഉണ്ട്, ഒന്ന് ഉടുപ്പിയിലും ഒന്ന് കൽക്കട്ടയിലും. we may get involved only to trigger an ecosystem. അത് കഴിഞ്ഞാൽ it will not be from the main shipyard. ഉടുപ്പിയിലോ ഹൂഗ്ലിയിലോ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യും. ഉടുപ്പിയും ഇതുപോലത്തെയുള്ള വെസൽസിനല്ല, പക്ഷെ ഹൂഗ്ലി ഇതിന് പറ്റിയ ഷിപ്പ്യാർഡ്. പക്ഷെ നാച്ചുറലി കേരളത്തിലേക്കുള്ള വെസൽ നമ്മൾ ഹൂഗ്ലിയിൽ നിന്നായിരിക്കില്ല ചെയ്യുന്നത്. ബട്ട് ദർ ഇസ് പൊട്ടൻഷ്യൽ ഫോർ അതർ ഷിപ്പ്യാർഡ്സ് ഇൻ കേരള. പക്ഷേ ഈ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ വരുന്നത് ഓൺലി തിങ് ഇസ് നമ്മുടെ വേരിയസ് ഇഷ്യൂസ്, നമ്മുടെ ബ്രിഡ്ജസും ഇതെല്ലാം ഹൈറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ വേറെ കുറേ സപ്പോർട്ട് ഇക്കോസിസ്റ്റം കൂടി വരാണ്ട് നമ്മുടെ ഒരു ഹോൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് സ്റ്റേറ്റ് ലെവലിൽ ചെയ്യേണ്ട ഒരു കാര്യം. അത് ട്രാൻസ്പോർട്ടേഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് കേരളം പോലെയുള്ള സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻ്റ് ആണെങ്കിൽ റിവേഴ്സ് മേ നോട്ട് ബി ദ ബെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വ്യൂ. കാരണം എന്താ വെച്ചാൽ ടൈം എന്തായാലും റിവേഴ്സ് കുറച്ചുകൂടി സ്ലോ മൂവിങ് ആണ്. അപ്പോൾ പാസഞ്ചർ മൂവ്മെൻറ്റിന് ഇപ്പോൾ ഈ കൊച്ചിൻ പോലെയുള്ള ഏരിയ തുരുത്തുകളും അല്ലെങ്കിൽ ഒരു ഇഫ് യു ഹാവ് എ ഷേപ്പ് ലൈക്ക് ദിസ് യു വോണ്ട് ടു ക്രോസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സർക്യൂട്ടേഴ്സ് റൂട്ട് എടുക്കണം. അങ്ങനത്തെ സ്ഥലങ്ങളിൽ മേ ബി പാസഞ്ചർ ട്രാൻസ്പോർട്ട് വാട്ടർ മെട്രോ ഈസ് ഐഡിയ. കൊല്ലത്ത് പറ്റുമായിരിക്കും, കോഴിക്കോട് ചില പാച്ചസ് പറ്റുമായിരിക്കും. പക്ഷേ ലോങ് വോയേജിന് കാർഗോ മൂവ്മെൻറ്റ്, എസ്പെഷ്യലി ഡേഞ്ചറസ് കാർഗോ, ദാറ്റ് ഈസ് ഐഡിയ. കാരണം അത് കുറച്ച് സ്ലോ ആയി മൂവ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കാർഗോ അതിന് മോഡൽ ഷിഫ്റ്റ് എന്നാണ് പറയുക. മോഡ് ഇത് ഫ്രം ദ റോഡ്സ് to or from the rail, if you can shift it to the water. It's the cheapest mode, it's the least polluting mode. ഇതാണ് വടക്കേ ഇന്ത്യയിൽ എസ്പെഷ്യലി ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര അവിടെ അപ്പോൾ ഇപ്പോൾ നാഷണൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു ലാർജ് തിങ്കിങ് ഗ്രീനിങ് ഓഫ് ഇന്ത്യൻ വാട്ടർവേസ്, ഗ്രീനിങ് ആൻഡ് along with greening getting safer vessels into the waterways. ഇതൊരു വലിയ പ്രയോറിറ്റി ഏരിയ ആയിട്ട് മാറും. നമ്മൾ അസാദിക്ക് അമൃത് മഹോത്സവ് പറയുന്നു, വി ആർ ടോക്കിംഗ് അബൌട്ട് വികസിത് ഭാരത്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഗോയിങ് ടു ദ 100th year. പക്ഷേ നമ്മൾ ഒരു ബോട്ട് താനൂര് മുങ്ങുന്നതും ഗുജറാത്തിലെ ആക്സിഡൻ്റ് എല്ലാം വളരെ വളരെ ഇറ്റ്സ് നോട്ട് റിഫ്ലക്റ്റീവ് ഓഫ് എ കൺട്രി വിച്ച് ഈസ് ദ 3rd largest economy in the world. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. റെഗുലേഷൻസ് വരണം. നമ്മൾ ആ ഒരു പഴയ ബുള്ളക്കാട്ട് യുഗത്തുനിന്ന് മാറേണ്ട കാര്യം എന്തായാലും ഉണ്ട്. നമുക്ക് ആ സിസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് വരണം. അതിനുള്ളൊരു ലാർജ് മൂവ് നടക്കുന്നുണ്ട്. ഐ എം 100% ഷുവർ ദാറ്റ് കേരള വിൽ ബി ആൻഡ് ഹാസ് ടു ബി എ ലാർജ് പാർട്ട് ഓഫ് ദാറ്റ് എക്കോസിസ്റ്റം. കാരണം അത് സെൻട്രൽ സ്റ്റേറ്റ് സ്കീംസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഐ തിങ്ക് അവർ ഗവൺമെൻറ്റ്സ് ആൻഡ് നമുക്ക് കേരളത്തിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഓൾറെഡി ഉള്ളത്. വി ആർ ദ കേരള സ്റ്റേറ്റ് മാരിടൈം ബോർഡ്,
we have State Water Transport Department, we have KSINC, we have Cochin Water Metro. 4 ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ വളരെ ഡെവലപ്ഡ് ഒരു സിസ്റ്റം നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇതിനൊന്ന് കൊഹറൻ്റ് ആയിട്ട് കൊണ്ടുപോയി സെൻട്രൽ സ്കീംസും മൾട്ടിലാറ്ററൽ ഫണ്ടിങ് എല്ലാം വരും ഇതിനകത്ത്. വേൾഡ് ബാങ്ക് ഫണ്ടിങ് വരും. ആ സ്കീംസിലേക്ക് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫണ്ടിങ് കിട്ടുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ആസാം അറിയാമല്ലോ, ബ്രഹ്മപുത്രയുടെ 2 സൈഡ് അപ്പർ ആസാമും ലോവർ ആസാമുമായിട്ട് നിൽക്കുന്നു. ആസാം വളരെ സ്ട്രോങ്ലി പൊസിഷൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി. ബംഗാൾ നടുകെ പിളർന്നാണ് ഹൂഗ്ലി പോകുന്നത്. സോ ബംഗാളിൽ അവർ ഒരുപാട് ലോക്കൽ സ്കീംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബംഗാൾ വിൽ ബി എ മേജർ ട്രാൻസിഷൻ. ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ്ലി പലർക്കും അറിയാത്തൊരു കാര്യം, ഗംഗ എന്ന് പറയുന്നത് അബൌട്ട് വാട്ട് ഹൂഗ്ലി, ഇത് നമ്മുടെ കൽക്കട്ടയിൽ ഹൽദിയ എന്ന് തൊട്ട് തുടങ്ങി ഓൾ ദ വേ ത്രൂ വാരണാസി ടു അലഹബാദ് പോയി ഏതാണ്ട് 1600 കിലോമീറ്റർ. ആൻഡ് ഇറ്റ് ക്രോസസ് വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, UP. ആൻഡ് theoretically speaking, 40% of India's population lives on the Gangetic Plains. തിരിച്ച് ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 7 സിസ്റ്റേഴ്സ് സ്റ്റേറ്റ്സിലേക്ക് മൂവ് ചെയ്യും. ഇവിടുന്നാണ് നേപ്പാളിലേക്കുള്ള ഫുൾ കണക്ട്. ഈസ്റ്റിലേക്ക് ബംഗ്ലാദേശ് പ്രോട്ടോക്കോൾ വഴി ബംഗ്ലാദേശ് കൂടെയുള്ള കണക്ട് ഇൻ ടു മ്യാൻമാർ ആൻഡ് ലുക്ക് ഈസ്റ്റ് പോളിസിയിൽ വരുന്നു. താഴേക്ക് വരികയാണെങ്കിൽ ഒറീസയിലെ ബ്രാഹ്മണി റിവർ, മഹാനദി റിവർ. മഹാരാഷ്ട്രയാണ് ഏറ്റവും ഡെവലപ്ഡ് ഇക്കോസിസ്റ്റം ഇന്ന്. റിവർ അംബ മഹാരാഷ്ട്രയിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ കേരള നമ്മുടെ നല്ല ഡെവലപ്ഡ് ഇക്കോസിസ്റ്റമാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഡേഞ്ചറസ് കാർഗോ, ഹൈ ക്വാളിറ്റി ഓർ റെസ്പോൺസിബിൾ ടൂറിസം, ആൻഡ് ഐ തിങ്ക് വി ആർ ഡൺ റെസ്പോൺസിബിൾ ടൂറിസം. നമ്മുടെ make in and the God's own country, I think is one of the most responsible tourism sectors. അതിൻ്റെ കൂടെ നമുക്ക് ഈ റിവർ ക്രൂസസ്, ഹൈ എൻഡ് ഈജിപ്തിലെ നൈലിലുള്ള പോലെയോ വിയറ്റ്നാമിലെ റിവേഴ്സിലുള്ള പോലെയോ നമ്മുടെ ഗംഗയിലൊക്കെ മച്ച് മോർ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ റിവർ ക്രൂസസ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എന്താ പറയുക, ഒരു അഫോർഡബിൾ ഇൻകം ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇറ്റ് വാസ് ഓൺലി ദ റിച്ചസ്റ്റ് ബിസിനസ് മെൻ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ യു ഹാവിങ് പ്രൊഫഷണൽസ്, യു ഹാവിങ് ദ ക്വിൻറ്റസെൻഷ്യൽ ആസ്പിറേഷണൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ്. അവർക്കും കൂടെയും വരുമ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് കാസ്കേഡിങ് പാർട്ട് വരും എന്നാണ്. ആൻഡ് വി ആർ ഐഡിയലി സ്യൂട്ടഡ് ഫോർ ദിസ്. കാരണം നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ ഒരു ഓഫ് ഷൂട്ട് ആയിട്ട് കണക്ട് ചെയ്യണം. കാരണം ഇത് ലോ എൻഡ് പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡിസ്ഗ്രേസ്. പണ്ടത്തെ ഗോവ ടൂറിസം പോലെയായി മാറും, അങ്ങനെ ഹിപ്പി ടൂറിസം പോലെയായി. അതുപോലെ ആയി പോകരുത്. ഇതിനൊരു പെർട്ടിക്കുലർ ലെവലിൽ ഹോൾഡ് ചെയ്യുക. ഷിപ്പ് ബിൽഡിങ്ങിന് നാച്ചുറലി അതിൻ്റെ ഓഫ് ഷൂട്ട് ഒരുപാട് ഷിപ്സും ഹൈ എൻഡ് വെസൽസിൻ്റെയും റിക്വയർമെന്റ് കേരളത്തിൽ ബാക്കിയുള്ള സ്മോളർ ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ്. അത് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ കേരളത്തിൻ്റെ ദാറ്റ് ഈസ് വൺ ഏരിയ. അതർ വൺ ഈസ് ദിസ് എൻറ്റയർ ഓൾട്ടർനേറ്റ് ഫ്യൂവൽ. നമ്മൾ കേരളത്തിൽ തന്നെ സോളാർ ബോട്ടുകൾ, പ്യുവർ സോളാർ ആൻഡ് ബാറ്ററി ബോട്ടുകൾ ഓടുന്നുണ്ട്. അത് കടലിൽ വിഷമമായിരിക്കും, ചോപ്പി വാട്ടേഴ്സിൽ വിഷമമായിരിക്കും. ബട്ട് വി ഹാവ് അവർ കുറേയും പ്ലാസിഡ് ആയിട്ടുള്ള ബാക്ക് വാട്ടേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ദർ ഇസ് ഒരു റെവല്യൂഷണറി ചേഞ്ചിനുള്ളൊരു പാർട്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അതിലുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു നമ്മുടെ പഴയത്. നമ്മളിപ്പോൾ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ലോങ് ടൈം അഗോ വി വർ ഓൾ ഗ്രീൻ. അപ്പോൾ നമ്മൾ നോൺ ഗ്രീൻ ആയിട്ടൊരു 70 വർഷം 80 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും ഇപ്പോൾ ഈ കുമരകത്തെല്ലാം വി ആർ സ്പോയിൽ കുമരകം ഫ്രം എ എൻവയറമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ. അത് ഫുൾ വി ക്യാൻ ബ്രിങ് ബാക്ക് ടു ഗ്രീൻ മെത്തേഡ്സ്. നാളെ I can say with confidence that we can have hydrogen generator sets on the vessel. Okay. There will be it's zero emission. നമ്മൾ ഈ പറയുന്ന 600-700 ഹൗസ് ബോട്ട്സ് അത് കൂടുതലുണ്ടെങ്കിൽ അത് വൺ ഡേ വി ഷുഡ് ഒരു ഫേസ്ഡ് കൺവേർഷൻ പ്രോസസ്സ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇലക്ട്രിക് ബാറ്ററി ഓപ്പറേറ്റർ നമ്മുടെ പോളിസി ഇനിഷ്യേറ്റീവ്സ്. അവിടേക്ക് അത് ഇന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയും നമ്മൾ റെഡിയാണോ, ഹൈഡ്രജൻ ഉണ്ടോ, ബാറ്ററി ഉണ്ടോ, എവിടുന്ന ഗ്രീൻ പവർ. നമ്മൾ ഇന്നിപ്പോൾ ബാറ്ററി കൊണ്ടുവന്നെല്ലാം ബാറ്ററി ചാർജ് ചെയ്യുന്ന ഗ്രിഡ് ഗ്രീൻ അല്ലല്ലോ എന്നെല്ലാം. സി
we have to we have to think ahead, we have to talk ahead, and we Okay, have to 5 act year- and 5 create a little bit of belief now. now. ആ ഇനീഷ്യൽ ബിലീഫ് എപ്പോഴും ഗവൺമെൻറ് ഉണ്ടാക്കണം. കാരണം ഈ ലോങ് പ്രോസസ്സിൽ ഇത് ഇക്കണോമിക് ആണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇക്കണോമിക് ബെനിഫിറ്റ്സ് അക്രൂസ് ടു ദ സ്റ്റേറ്റ്, Okay. ദ കമേഴ്ഷ്യൽ ബെനിഫിറ്റ്സ് അക്രൂസ് ടു ദ ഇൻഡിവിജ്വൽ ഓർ ടു ദ കോർപ്പറേറ്റ്. Corporate. അപ്പോൾ ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രൈവറ്റ് സെക്ടറിനോട് പൈസ ഇടാൻ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഇടില്ല. ഇടില്ല, അവർക്ക് കമേഴ്ഷ്യൽ അവർക്ക് കമേഴ്ഷ്യൽ ബെനിഫിറ്റ്. അപ്പോൾ ഇക്കണോമിക് ബെനിഫിറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മസ്റ്റ് ഗെറ്റ് ഇൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. യു ട്രിഗർ ദ ഇക്കോസിസ്റ്റം, ദെൻ പ്രൈവറ്റ് എൻ്റർപ്രൈസ് വിൽ കം ഇൻ. പക്ഷേ ഈ ട്രിഗറിങ് നമ്മൾ ചെയ്തേ മതിയാവും. ഈ ട്രിഗറിങ് ഇൻ ടു ദ ഫ്യൂച്ചർ വിത്ത് വിഷൻ, ഐ തിങ്ക് വി നീഡ് ടു ട്രിഗർ അത്. ആസ് എ കോർപ്പറേറ്റ് ഫോർ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഐ മസ്റ്റ് ഓൾസോ ട്രിഗർ സംതിങ് ഇൻ ടു ദ ഫ്യൂച്ചർ. ആസ് എ സ്റ്റേറ്റ്, it's much more incumbent upon the state to trigger it. Now coming to the ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോഴത്തേക്ക്, what is your vision for the shipyard in the next 10 years? From where നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടെ നിന്നുള്ളൊരു ഗ്രോത്ത് വരുന്നത്? ഏരിയ ഏതൊക്കെ ആയിരിക്കും? നമ്മൾ we'll be active in shipbuilding and ship repair. In both shipbuilding and ship repair, we'll be active in commercial and defense. In commercial, we want to be very strong in advanced technologies, green technologies, both internationally and in India. ഇത് ലാർജർ ഫ്രെയിംവർക്ക്. ഞങ്ങളുടെ ന്യൂ ഫൗണ്ട് ഡിവിഷൻ 2021 ഞങ്ങൾ CSL സ്ട്രാറ്റജിക് ആൻഡ് അഡ്വാൻസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഡിവിഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഡിവിഷൻ വിൽ ഹോൾഡ് മെനി ഓഫ് ദീസ് ടെക്നോളജീസ് as a solution. Consultants kind of they will also implement. അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാനും റെഡിയാവും. ഇന്നിപ്പോൾ ഞങ്ങൾ വാരണാസിയിൽ ഇലക്ട്രിക് വെസൽസ് ആർ ബീങ് റോൾഡ് ഔട്ട്. ആ വെസൽസ് ഉണ്ടാക്കിയിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇനി അടുത്ത 6 വെസൽ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ 2 കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഉണ്ടാക്കി, അടുത്ത 6 ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഉണ്ടാക്കുന്നു. പക്ഷെ അതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ചാർജിങ് ഇൻസ്റ്റലേഷൻ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി, ആ ചാർജിങ് ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ പുതിയ ഡിവിഷൻ. ആൻഡ് ദേ ആർ ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് ഓൾസോ. അപ്പോൾ ഒരു ടേൺ കീ സൊല്യൂഷൻ ഡെലിവറി ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ഞങ്ങളുടെ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെസൽ മുഴുവൻ ചെയ്യുന്നത് ഈ ഡിവിഷനാണ്. ഓട്ടോണമസ് വെസൽ ചെയ്യാൻ പോകുന്ന ഈ ഡിവിഷനാണ് ബേസിക്കലി. അപ്പോൾ ഈ 3 ഡിവിഷൻ. സോ വി എക്സ്പെക്ട്, ആൻഡ് അഗെയിൻ ദർ ആർ സം സ്ട്രാറ്റജിക് തിങ്സ് വിച്ച് യു ആർ ഡൂയിങ് ഫോർ ദ DRDO. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതെല്ലാം ഈ ന്യൂ ഡിവിഷനായിരിക്കും. വി എക്സ്പെക്ട് ഓൾ ദീസ് 3 ഡിവിഷൻസ് വിൽ ഡു മച്ച് മോർ സ്ട്രോങ്ലി ഇൻ ടു ദ ഫ്യൂച്ചർ. ബട്ട് 10 years down the line, I would want Cochin Shipyard to be at least something like a $2 billion company. $2 billion company. അതെ. അവിടേക്ക് നമ്മളിപ്പോൾ വി ആർ അറൗണ്ട് 4,000 crores. അപ്പോൾ 2 billion നമ്മൾ ടെക്നിക്കലി പറഞ്ഞ് ഇറ്റ്സ് അബൌട്ട് 16,000 crores. വി ഷുഡ് ഗോ ടു അബൌട്ട് 4 times. Now around 500 million we are. അതെ. നമ്മൾ ഷിപ്പ് റിപ്പയർ വിൽ ഡു എക്സ്ട്രീംലി സ്ട്രോങ്. കാരണം ഷിപ്പ് റിപ്പയർ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇന്നിപ്പോൾ റീസെൻ്റ്ലി കമ്മീഷൻ ചെയ്ത ന്യൂ ISRF. ഞങ്ങളുടെ 3 ഷിപ്പ് റിപ്പയർ യൂണിറ്റ്സ് ഔട്ട്സൈഡ് കേരള. ആൻഡ് പൊട്ടൻഷ്യലി എനിക്ക് പറയാൻ ഡീറ്റെയിലായി പറയാൻ പറ്റില്ല, ബട്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ന്യൂ ലാർജ് ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ വി വിൽ ട്രിഗർ. അപ്പോൾ അത് വേണി വന്നാൽ ഷിപ്പ് റിപ്പയർ ഷുഡ് ഗിവ് അസ് ഇന്ന് ഷിപ്പ് റിപ്പയർ നമുക്ക് ഞങ്ങളുടെ ഹയസ്റ്റ് ടേൺ ഓവർ വാസ് അറൗണ്ട് 840 crores ഫ്രം ഷിപ്പ് റിപ്പയർ. ബട്ട് വി ഷുഡ് ഡു അറൗണ്ട് 3,500 crores ഫ്രം ഷിപ്പ് റിപ്പയർ in the next 10 years. അപ്പോൾ ഷിപ്പ് റിപ്പയർ ഒരു ലാർജ് അഗൈൻ ഹ്യൂജ് എംപ്ലോയ്മെൻറ്റ് ജനറേഷണൽ പാർട്ട്. സോ ദിസ് ഓൺ ദ ബിസിനസ് പാർട്ട്. പക്ഷേ ബിസിനസ് അല്ലാത്ത പാർട്ടും കൂടെയുണ്ട്. We will generate significant employment. We will generate significant ancillary companies, service providers, support ecosystem. We will trigger a lot of ecosystem. അതാണ് നമ്മൾ എപ്പോഴും which we have already done. പലരും കാരണം ഈ ഇൻഡസ്ട്രിയിൽ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് the cascading multiple is anywhere between 2.5 to 6 times. പലർക്കും ചില സ്നിപ്പറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ബിക്കോസ് ഒരു വെൻ വി ആർ എക്സ്ട്രീംലി ടൈറ്റ് ഓൺ ഷിപ്പ് റിപ്പയർ പ്രോജക്ട്സ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് രണ്ടും ഒരുമിച്ച് ടൈറ്റായി നിൽക്കണം. അതായത് ഒരു വലിയ ഷിപ്പ് റിപ്പയർ പ്രോജക്ട്സ് ഫ്യൂ പ്രോജക്ട്സ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ വി മേ ബി ഹയറിംഗ് അബൌട്ട് 150-200 ഹോട്ടൽ റൂംസ് ഇൻ കൊച്ചി. ഞങ്ങൾ വി വുഡ് ബി ഹയറിംഗ് അബൌട്ട് 120 വെഹിക്കിൾസ് ഇൻ കൊച്ചി. അപ്പോൾ 120 വെഹിക്കിൾസ് ഹയർ ചെയ്യുമ്പോൾ
120 ഡ്രൈവേഴ്സ് അല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ മിനിമം 240 വേണ്ടി അതെ. വരും. അത് ബാക്കപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, അവിടുത്തെ സർവീസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്. ഞങ്ങൾ പറയും ഞങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം മാത്രം ഈസ് സപ്പോർട്ടിങ് അറ്റ്ലീസ്റ്റ് 1 ഡിവിഷണൽ ഓഫീസ് ഓഫ് എ റെപ്യൂട്ടഡ് ഇൻഷുറൻസ് കമ്പനി. ഓക്കെ. ടു ദ എക്സ്റ്റെൻറ്റ് എൻഡിൽ ഞാൻ പറയുന്നത്, ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ, സപ്പോർട്ടിങ് ഓക്സിലറി സിസ്റ്റംസ്, അപ്പോൾ ഈ കാസ്കേഡിങ് എഫക്റ്റ് ഇൻ ടു ദ സൊസൈറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ പെർമനന്റ് എംപ്ലോയീസും അല്ലാതെയുള്ളവർ എത്രയായിട്ട് വരും? ഞങ്ങൾ പെർമനൻറ്റ് എംപ്ലോയീസ് ഇപ്പോൾ 2100. അത് കൂടാതെ നമ്മൾ അബൌട്ട് ഒരു വാട്ട് വി കോൾ ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് ഡയറക്ട്ലി ഞങ്ങളുടെ റോൾസിലാണ്. പക്ഷേ ഇറ്റ്സ് പ്രോജക്റ്റ് ബൈ പ്രോജക്റ്റ്, 3 years 5 year എംപ്ലോയ്മെൻറ്റ് വരുന്നത്. അത് ഏതാണ്ട് ഒരു 1500. അത് കൂടാതെ ഞങ്ങൾക്ക് വി ഹാവ് ട്രെയിനീസ് ആൻഡ് ഇനീഷ്യൽ ഫസ്റ്റ് ഇയർ ആണ് ഞങ്ങളവരെ ട്രെയിനി എന്ന് പറഞ്ഞ് ആക്ട് ട്രെയിനി, നമ്മുടെ ആക്ട് അനുസരിച്ചാണ് വരുന്നത്. അത് ITI ആൾക്കാരുണ്ട്, ഡിപ്ലോമ ഉണ്ട്, ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് വി ടേക്ക് ദം എസ് കമ്പനി ട്രെയിനീസ് ഫോർ 2 years 3 years. ദറ്റ് പൂൾ ഈസ് അറൗണ്ട് 1500. അത് കൂടാതെ കോൺട്രാക്ടേഴ്സ്, കരാർ മേഖലയിൽ കോൺട്രാക്ടേഴ്സ് ആൻഡ് ദർ എംപ്ലോയീസ്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഗിവൺ ഡേ വി ആർ അബൌട്ട് 7500 8000 പീപ്പിൾ വർക്കിംഗ് ഇന്ന്. ഈ ഡ്രൈ ഡോക്കും ISRF റീസെൻ്റ്ലി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഈ 2024 മിഡ് ആകുമ്പോഴത്തേക്കും ഫുള്ളി ഓപ്പറേഷണലൈസ് ചെയ്ത് അതിൻ്റെ ഫുൾ ബ്ലോൺ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്കും ഈ ഫിഗർ ഏതാണ്ട് ഒരു 2500 3000 4000 ആൾക്കാർ വരെ അഡീഷണൽ. It will be some by the end of 2024 it will be more than 10,000 people working. ഒരു 26ലേക്ക് we should be more than 10,000 per day. We would be among the largest employers. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്കൊരു we are actually aiding social transformation. There is no loot. It is വളരെ എല്ലാം അതിൻ്റെ റെസ്പെക്റ്റബിൾ സാലറീസും സോഷ്യൽ ഇക്കോസിസ്റ്റമും മെഡിക്കൽ കെയർ, ഹെൽത്ത് കെയർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ. ഇപ്പോൾ ഞങ്ങളുടെ പെർമനൻറ്റ് എംപ്ലോയീസിന് കുറച്ചുകൂടി കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്കൂളിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ദിസ് നമുക്ക് ഇനിയുള്ളൊരു സ്പേസ് ഒരു കൺസ്ട്രെയിൻഡ് അല്ലേ കൊച്ചിൻ ഷിപ്പ്യാർഡ്? ഇവിടെ ഇനി പറ്റില്ല. കൊച്ചിയിൽ ഞങ്ങളുടെ സ്പേസ് ഫുള്ളി ഓക്യുപ്പൈഡ്. ഇപ്പോൾ ഈ ISRF തന്നെ വന്നത് ഐലൻഡിലെ ഫെസിലിറ്റിയാണ്. 42 ഏക്കർ കൊച്ചിൻ പോർട്ടിൽ നിന്നാണ് ലീസ് ചെയ്തെടുത്തത്. So I think we may not have any further space in Kochi or കേരളത്തിൽ തന്നെ ഉണ്ടെന്ന്. കാരണം കേരളം ഒരു ലാൻഡ് വെച്ചിട്ട് മൂവ് ചെയ്ത്, കാരണം നമുക്ക് എല്ലാ ഇൻഡസ്ട്രിക്കും ഒരു അസറ്റ് ടേൺ ഓവർ റേഷ്യോസും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ I do not think we can have more assets. We are already asset heavy in Kerala. നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്ന കുറേയുടെ അസറ്റ് ലൈറ്റ് മോഡൽസാണ് ചെയ്തിരിക്കുന്നത്.